ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിവിദഗ്ധമായി രക്ഷപ്പെടാനുള്ള ത്രാണിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും ഒടുവിൽ എജിക്കും തനിക്കും എതിരായ ഹൈക്കോടതി വിമർശനത്തെ എ ഗ്രൂപ്പിന്റെ കൊട്ടേഷൻ സംഘത്തെ വിട്ട് വിരട്ടിയിരിക്കുകയാണല്ലോ. അപ്പോഴും കേസുകളെല്ലാം അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന്. ഇതെല്ലാം അതിശയിച്ച് കണ്ടു നിൽക്കുന്നതോ സാക്ഷാൽ സോണിയമ്മയും മൻമോഹൻ സിംഗുമാണ്. എറണാകുളത്ത് ആരംഭിച്ച കേന്ദ്രീകൃത ആംബുലൻസ് സംവിധാനം ഫോൺ വിളിച്ച് ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടിയുടെ പ്രകടനത്തോടെ തുടങ്ങാം. നിന്റെ അല്ല സാർ, എന്റെ ബൂത്തിന്റെ ബൂത്തോ സാർ സമയത്തിനെത്തി. സാറിനെ എങ്ങനെ ഒന്ന് ബന്ധപ്പെടണമെന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുന്നു. ഞാൻ വിഷമിച്ച് ബ്രേക്ക് ഇട്ടില്ലായിരുന്നു, രക്ഷപ്പെടില്ലായിരുന്നു. എന്താ കാര്യം? ഞാൻ ബൂത്തില് കമ്പ്യൂട്ടർ വെച്ചോളൂ. അതിന്റെ ഉദ്ഘാടനമാണ്. നടത്തിക്കോളൂ. അതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ആദ്യത്തെ വിളി ഫ്രീ ആണ്, എന്റെ പേരിൽ ടോട്ടലി ഫ്രീ. ഞാൻ ഇതുവരെ ഈ ബൂത്തൊന്നും അങ്ങനെ പറയരുത് സാർ. ഇത് എന്റെ ഒരു ആഗ്രഹമാണ്. സാർ ഫ്രീ ആയിട്ടൊരു STD വിളിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. സോറി, ഞാൻ STD വിളിക്കട്ടെ. ഇങ്ങോട്ടിരിക്കാലോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഡൽഹി കോഡ് എത്രയാ? ഡൽഹി 011. താങ്ക് യു. പുള്ളിക്കാരൻ ഒരു കവിതാ പ്രേമിയാണ് കേട്ടോ. ലൈൻ കിട്ടി, ബെല്ലടിക്കുന്നുണ്ട്. സ്റ്റോപ്പ്. ഹലോ അമ്മ, ഞാനാണ് രാമു. അമ്മവാ, ഈ അടുത്ത കാലത്ത് ഒരു നല്ല കവിത എന്നെ ഹോണ്ട് ചെയ്തു. ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് പ്രൊഫസർ മൻസൂർ നായർ, നാറാണത്ത് ഭ്രാന്തൻ. ഞാനൊന്ന് ചൊല്ലാം. 12 മക്കളെ പെറ്റൊരമ്മേ, ലവ്ലി ഇസ്ന്റ് ഇറ്റ്? നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ, 12 രാശിയും നീറ്റുമമ്മേ. അമ്മ കേൾക്കുന്നുണ്ടല്ലോ. നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ, നേര് ചികയുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. വിഡ്ഢികൾ, അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി. എനിക്ക് മെന്റലാണെന്ന്. ഒന്നും അസാധ്യമായിട്ട് കേരളത്തിന് അസാധ്യമായിട്ടുള്ള യാതൊന്നുമില്ല. പക്ഷേ അതിന് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരുമയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം. ഇന്നലകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിനാരെയും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അന്ന് ഇതുപോലുള്ള അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ വിരളമായി. ഇന്ന് നമുക്കത് സാധ്യമാണ്. രക്ഷ എന്ന ഈ ആംബുലൻസ് സംവിധാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ നടൻ ജയസൂര്യയാണ്. ഇമാതിരി ആംബുലൻസുകൾ തിയേറ്ററുകളിൽ പൊട്ടിപ്പാളീസാകുന്ന സിനിമകളുടെ നിർമ്മാതാക്കളെ കൊണ്ടുപോകാനും ഉപയോഗിക്കാവുന്നതാണ്. സമീപകാല സിനിമകൾ ആ വകുപ്പിൽ പെടുന്നതിനാൽ പുതിയ ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെ ഒടുവിൽ രക്ഷ ആംബുലൻസിന്റെ ആദ്യ യാത്രികനാകുമോ എന്ന ആശങ്കയാണ് ജയസൂര്യയുടെ മനം നിറയെ. ഞാനിവിടെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചത്, ഈശ്വര, എൻ്റെ ഓരോ പടങ്ങൾ റിലീസാകുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറെ ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഒരു അവസരം തരരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വരുന്ന 31st ജിലേബി റിലീസാവുകയാണ്. നല്ല ആരോഗ്യമുള്ള ഭക്ഷണം ചെയ്യട്ടെ, നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ, സിനിമ ഹിറ്റാവട്ടെ, നിങ്ങളെല്ലാവരും കാണുക. നിർമ്മാതാവിനെ രക്ഷിക്കാൻ താരങ്ങൾ തന്നെ ഇനിയുള്ള കാലം ആംബുലൻസ് ഒരുക്കി വയ്ക്കേണ്ടി വരുമോ എന്നതാണ് പലരുടെയും ചോദ്യം. ആംബുലൻസിൽ നിന്ന് നിലവിളക്കിലേക്ക് വരിക. നിലവിളക്ക് വിശേഷം ഒരിടവേള കഴിഞ്ഞ്. ഞങ്ങളത് ചെയ്യാറില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ.